കുറെ ദിവസമായിട്ട് ഈ കാര്യം ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഈ ബസ്സിൽ നടന്ന ഇൻസിഡന്റ് ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ, ആ ദീപക് എന്ന് പറഞ്ഞ ആ പുള്ളി മരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ പുള്ളിക്കാരുടെ കയ്യിൽ തെറ്റ് തന്നെയാണ്. കാരണം ബസ്സിൽ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ വീഡിയോ എടുത്ത് ട്രെൻഡായി വൈറലാവാൻ വേണ്ടി പുള്ളിക്കാരി ചെയ്ത ഒരു സംഭവമാണ്. പുള്ളിക്കാരി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരുടെ പ്രൊഫൈൽ ഇട്ടേക്കുന്നത്. പക്ഷെ എന്ത് ഉദ്ദേശിച്ചാണ് പുള്ളിക്കാരി അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒരിക്കലും എടുക്കത്തില്ല. മറിച്ച് പുള്ളിക്കാരനെ ഉപദേശിച്ച് പുള്ളിക്ക് മെഡിസിൻ മേടിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇനി അത്രയ്ക്കും പുള്ളിക്കാർക്ക് സഹിക്കാൻ പറ്റാത്തില്ലെങ്കിൽ പോയി ചകളത്തിൽ 2 അടി അടിക്കണം. അല്ലാതെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ ഞാൻ കുറ്റം പറയാൻ പോകുന്ന ആ പുള്ളിക്കാരനെയാണ്. കാരണം എന്താ വെച്ചാൽ, ഒരു വീഡിയോ വന്നെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഈ ചെയ്ത ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. കാരണം ഇതൊക്കെ ചെയ്യാനുള്ള ആ ഒരു ഇന്റൻസിറ്റി വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഈ സമുദായം എന്ത് പറയും, ഈ സോഷ്യൽ സ്റ്റാറ്റസ്, അയ്യോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമുക്ക് മാനക്കേടായല്ലോ നാണക്കേടായല്ലോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചാണ് പുള്ളിക്കാരി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് പുള്ളിയെ വിളിച്ചപ്പം പുള്ളിക്കാരൻ നോർമലായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഫ്രണ്ട് പറഞ്ഞത്. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസിഷനിലോട്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാത്രി മൊത്തം ചിന്തിച്ചാണ്, അയ്യോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്നൊക്കെ. സോ ഇതില് ഈ പുള്ളിക്കാരി പോസ്റ്റ് ഇട്ടത് കൊണ്ടാണ് പുള്ളിക്കാരി മരിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ സോഷ്യൽ ഒരു ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏതൊരു സോഷ്യൽ മീഡിയ എടുത്താലും, ഇൻസ്റ്റാഗ്രാമിൽ നമ്മളുടെ നല്ല ഭാഗം മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ, അല്ലെങ്കിൽ യൂട്യൂബിൽ എവിടെ ആയാലും ശരി നല്ല ഭാഗം മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ. നമ്മളുടെ നെഗറ്റീവ് സൈഡ് നമ്മൾ കാണിക്കത്തില്ല. അത് തന്നെ നമുക്കൊരു അസുഖമാണ്. കാരണം നമ്മളായിട്ട് നമ്മൾ എതിലും നമ്മൾ പോസ്റ്റ് ചെയ്യാറില്ല. നമ്മളുടെ നല്ല ഭാഗം മാത്രമേ, ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ നല്ല ഭാഗം മാത്രമേ കാണിക്കാറുള്ളൂ. സോ ഇത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന കാര്യത്തിൽ നമ്മളത് മാറ്റേണ്ടിയിരിക്കുന്നു. ഈ പുള്ളിക്കാരി മാത്രമല്ല, ഇതിനു മുന്നേ പോസ്റ്റ് ഇട്ട ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു വയസ്സായ ഒരു പുള്ളി അടുത്തിരുന്ന്, അയാൾ നോർമലായിട്ട് ഇരിക്കുക, അതിനെ ചുമ്മാ വീഡിയോ എടുത്തിട്ട് എനിക്കുണ്ടായ അനുഭവം. ഈ പുള്ളിക്കാരി അത് തന്നെ, എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോ ഇട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോവേഴ്സ് കൂട്ടാനും അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് മാനസിക അസുഖമാണ്. പുള്ളിക്കാരി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അല്ല, പുള്ളിക്കാർക്കും മാനസികം പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പുള്ളിക്കാരി അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് ഇടുന്നത്. ഒരാൾ മിസ്ബിഹേവ് ചെയ്താൽ അപ്പം തന്നെ പോയി പറയണം, അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കണം. ഇതല്ലാതെ ഇപ്പോഴത്തെ ഈ ട്രെൻഡ്, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ 2-3 ഇൻസിഡന്റ് നടന്നതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ആ പുള്ളിക്കാരൻ മാന്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മനഃപൂർവ്വം ടച്ച് ചെയ്തായിട്ട് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ആണുങ്ങൾക്ക് ബസ്സിൽ പോകാൻ തന്നെ പേടിയായി കാണും. അല്ല, ശരിക്കും ഒരു ഡൗട്ട് ഉണ്ട്. എന്താന്ന് വെച്ചാലേ, ഇപ്പൊ ആ വീഡിയോ എടുത്തു ആ പെൺകുട്ടി, ആ പോസ്റ്റ് ഇട്ടു, ആ പുള്ളിക്കാരൻ അത് കണ്ട് സൂസൈഡ് ചെയ്തു. ഇനി ഈ പുള്ളിക്കാരുടെ പേരിൽ ഇപ്പൊ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോ പുള്ളിക്കാരൻ മരിച്ചോണ്ടാണ് ഈ കേസ് എടുത്തേക്കുന്നത്. അപ്പൊ മരിച്ചില്ലായിരുന്നെങ്കിൽ എടുക്കത്തില്ലായിരുന്നു. അല്ല, എനിക്കൊരു ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇതിനു മുന്നേ ഇതേപോലെ വിക്ടിമായ കുറെ ആണുങ്ങളുണ്ട്. ബസ്സിൽ പോകുമ്പോൾ ഇതേപോലെ വീഡിയോ എടുത്ത് ഒരുപാട് വയസ്സായ ആൾക്കാർ, അപ്പൂപ്പനെയും ഒക്കെ ഈ പെൺപിള്ളേർ വീഡിയോ എടുത്ത് നാറ്റിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ എടുത്തതിന് ഒരു കേസ് കൊടുക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ? കാരണം ഒരാളുടെ വീഡിയോ എടുക്കുമ്പോൾ കൺസെന്റ് ഇല്ലാതെ എടുക്കാൻ പാടില്ലല്ലോ. തെറ്റ് ചെയ്യുമ്പം വീഡിയോ എടുക്കാം, പക്ഷെ ഒരു തെറ്റ് ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പാടില്ല. ഒരാളുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ആണ് ഇരിക്കുന്നത്, ഒരു പെണ്ണെടുത്തിരിക്കുന്നത്, ഒരു ആണാണ് ഇതേപോലെ ഒരു പെണ്ണിന്റെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് സെൽഫിയിൽ. വെറുതെ വിടുവോ ഈ നാട്ടില്? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൊത്തത്തിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം.